വോട്ട് വിനിയോഗിക്കുക. അവരെ കബളിപ്പിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ ത്രിശങ്ക് സ്വർഗത്തിലാണ് എന്ന് മാത്രമേ CPM നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല ഒരു നാളെ ഉണ്ടാകണം. മെയ് 4-ാം തീയതി വോട്ടെണ്ണി തീരുമ്പോൾ നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടണം. 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നമുക്ക് ഭരണാധികാരത്തിലേക്ക് വരേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ഒരു മാതൃക ഈ കേരള സംസ്ഥാനത്തുണ്ട്. ഒരളനീരിങ്ങനെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ പോയി നിന്നുകൊണ്ട് അദ്ദേഹം വെറും ഇളനീര് മാത്രം കുടിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയത്. എത്ര ആൾക്കാ കൊടുത്തത്? ഞാൻ അപേക്ഷ കൊടുത്ത അന്ന് എനിക്ക് 3.5 ലക്ഷം രൂപ എന്റെ അപേക്ഷയിൽ ഒരാൾക്കല്ല, കുറെ ആൾക്ക് 50,000, 25,000, 10,000 എന്നുള്ള രൂപത്തിൽ കിട്ടുകയുണ്ടായി. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹം വന്നിട്ട് ചെയ്യുന്നത്. ഫയലുകളുടെ കെട്ടഴിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന നേതാവായിരുന്നു ബഹുമാന്യനായ ഉമ്മൻചാണ്ടി. അദ്ദേഹമാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. ആ മാതൃകയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം, ഐക്യമുണ്ടാകണം, മതസൗഹാർദ്ദം ഉണ്ടാകണം. ഈ രാജ്യത്ത് വളരെ നല്ല സാമ്പത്തികമായ ഭദ്രതയുണ്ടാകണം. ഇവിടെ എന്താണ്? കോടിക്കണക്കിന് കടമാണ്. കോടിക്കണക്കിന് 6 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കടം. പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെയും 1.25 ലക്ഷം കോടി രൂപ മാത്രമാണ് EMS മുതൽ പിണറായി വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും കൂടി കടമെടുത്തിട്ടായിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം